ഒരു വശത്ത് ആവേശവും മറുവശത്ത് ഉൾക്കിടിലവും നിറച്ച് കുത്തിയൊഴുകുന്ന പെരിയാറിലൂടെ നീന്തി 23 പെൺകുട്ടികൾ. ആലുവ വാളശ്ശേരി റിവർ ക്ലബിലെ 8 വയസ്സുകാരിയടക്കമുള്ള അംഗങ്ങളാണ് ഇരു കൈകളും കാലുകളും കൂട്ടിക്കെട്ടി 1 കിലോമീറ്ററോളം നീന്തിയത്. ഇനിയൊരു മുങ്ങിമരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന സന്ദേശമുയർത്തിയുള്ള നീന്തലിന് പരിശീലകനായ സജി വാളശ്ശേരി നേതൃത്വം നൽകി. പെരുമഴയിൽ കുത്തിയൊഴുകുന്ന പെരിയാർ കരയിലെത ഉശിരോടെ പെൺകുട്ടികളുടെ ഒരു കൂട്ടം. ആശാൻ അവരുടെ കൈകൾ കൂട്ടിക്കെട്ടി പുഴക്കടവിലിരുത്തി കാലും കെട്ടി. കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞ് 8 വയസ്സുകാരി ഫാത്തിമ സുമയ്യ. കൊടി വീശിയതോടെ കുട്ടികൾ പിറകെ പുഴയിലേക്ക് ചാടി നീന്തി തുടങ്ങി. ആശാനുമൊപ്പം നീന്തി. എല്ലാ തരത്തിലുമുള്ള കരുതലുമായി ചുറ്റോടു ചുറ്റും മുതിർന്നവർ അങ്ങനെ 1 കിലോമീറ്റർ പെരിയാറിൻ്റെ വിരിമാറിലൂടെ തല ഉയർത്തിയും താഴ്ത്തിയും നീന്തി. നീന്തൽ അറിയാത്തത് കൊണ്ടുള്ള മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ 16 വർഷങ്ങളായി സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുന്ന സജി വാളശ്ശേരിയുടെ ശിക്ഷണത്തിൽ 8 വയസ്സ് മുതലുള്ള പെൺകുട്ടികൾ മുതൽ 36 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഇരു കൈകളും കാലുകളും അനക്കുവാൻ സാധിക്കാത്ത രീതിയിൽ പുറകിൽ ബന്ധിച്ച് രാവിലെ 8:50 ആലുവ പെരിയാറിൽ മണപ്പുറം മണ്ഡപംകടവിൽ നിന്നും പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ് ഫ്ലാഗ് ഓഫ് ചെയ്ത് ആരംഭിച്ച നീന്തൽ 1 കിലോമീറ്റർ പിന്നിട്ട് 25 മിനിറ്റ് കൊണ്ട് പെരിയാർ ഫോറസ്റ്റിലെ അവസാന കടവിൽ കയറി. ഇത്ര മുഴുവൻ മഴ, ഇന്നലെ പകല് മുഴുവൻ മഴ, ഇന്നലെ രാത്രി മുഴുവൻ മഴ. എന്നാലും ഇത് വളരെ അനുഗ്രഹമായിട്ട് നമുക്ക് നീന്തി കിടക്കാൻ പറ്റി. ഈ കുട്ടികളെല്ലാം നന്നായിട്ട് നീന്തൽ പഠിച്ചാണ്. 1 മാസമായിട്ട് കൈയും കാലും പുറയിൽ കെട്ടി പിള്ളേര് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വെളിച്ചത്തില് വളരെ നന്നായിട്ട് നീന്താൻ കഴിഞ്ഞു. എത്ര മഴയുണ്ടെങ്കിലും എത്ര ഒഴുക്കുണ്ടെങ്കിലും ചെറിയ 8 വയസ്സുകാരി തുടങ്ങി 36 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട് ഇവിടെ. അപ്പൊ ആർക്ക് വേണമെങ്കിലും നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഘട്ടത്തില് ഏത് പുഴയെ ചാടിപ്പോയാലും മുങ്ങി മരിക്കില്ല എന്നാണ് ഇവര് തെളിയിച്ചത്. നന്നായിട്ട് നീന്തലോടിച്ച് പിന്നെ സീനിയർ ചേട്ടന്മാരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് സന്തോഷായി. LP സ്കൂൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. ആദ്യം റിവർ ക്രോസ് ചെയ്തു, പിന്നെയാണ് ഇതുപോലെ കൈ കാല് കെട്ടി നീന്താൻ പറ്റുന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. ഇതിന്റെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നീന്തൽ പഠിക്കാൻ കൈയും കാലും വേണ്ടെന്ന് തന്നെയാണ്. എല്ലാരും ആ ഒഴുക്ക് കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ കടവിൽ നിന്നാണ് എനിക്ക് കയറാൻ പറ്റിയത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഈ നീന്തലിലെയും ഈ ഇത്രയും ഒഴുക്കിലും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ഏത് ഒഴുക്കിലും ഞങ്ങളെ നീന്താൻ വേണ്ടി പഠിപ്പിച്ചത് ഞങ്ങളുടെ സജി സാറാണ്. ഞങ്ങളുടെ സീനിയേഴ്സും ഞങ്ങളുടെ ഒപ്പത്തിന് എല്ലാവരും, ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. ഇവരെല്ലാരും കുട്ടികളാണ്. ഇതിനകത്ത് ഞാൻ മാത്രമാണ് ഇത് എന്താ പറയാ ഒരു വീട്ടമ്മയായിട്ടുള്ളത്. അപ്പൊ എന്റെ പേര് ഷാമിലി. സാറും പിന്നെ VRC കുടുംബം കാരണമാണ് ഞങ്ങൾക്ക് ഈ പുഴ 1 കിലോമീറ്റർ കൈയും കാലം ബന്ധിച്ച് നീന്താൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു എൻജോയ്മെന്റ്. എന്റെ പേര് തരുണി. ഞാനിവിടെ സാറിന്റെ കൂടെ 1 മാസമാണ് ഈ കൈയും കാലും കെട്ടിയിട്ട് ഞാനിവിടെ നീന്തൽ പഠിച്ചത്. എനിക്ക് ഫസ്റ്റ് പേടിയായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇത്രയും എനിക്ക് നടക്കുമെന്ന്. അടുത്ത 17ാമത് സൗജന്യ നീന്തൽ പരിശീലനം 2025 നവംബർ 1 മണപ്പുറം ദേശം കടവിൽ ആരംഭിക്കും. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.